Hello guys, welcome back to our channel. This is me with one loop episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ അവരൊരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക അവരുടെ ആ ഒരു ഗ്രേറ്റ് പ്ലാൻ. ആക്ച്വലി അവർക്ക് നന്നായിട്ട് അറിയാം ഡോബറയ്ക്കും അതുപോലെ തന്നെ ആൽഫാർ വണ്ണിനും ഇടയിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടെന്ന്. അവർക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും കഴിയും. അത് ലാസ്റ്റ് ടൈം ആ ഒരു സ്റ്റാറുമായിട്ടുള്ള ഫൈറ്റിലാണ് മനസ്സിലാക്കിയത്. മാത്രമല്ല അവരുടെ കയ്യിൽ റേഡിയോ വേവ്സ് പവറുണ്ട്. ഉപയോഗിച്ച് വലിയ അറ്റാക്കും ബ്ലാസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് നിഷ്പ്രയാസം കഴിയും. സ്റ്റാറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയം ആൽഫാർ വൺ ഡയറക്റ്റ് വരാതെ ഡാബറയാണ് അവൾക്ക് നേരെ അയച്ചത്. മാത്രമല്ല അത് അവന് വലിയൊരു ബെനിഫിറ്റായി മാറി. ഇത്തവണ ഡോബറയെയും ആൽഫാർ വണ്ണിനെയും മിനിമം 10 കിലോമീറ്റർ ദൂരത്തേക്കെങ്കിലും കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ജയിക്കാനുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവൂ. അതുപോലെ തന്നെ മെയിൻ വില്ലന്മാർ വേറെയുണ്ട്, പ്രത്യേകിച്ച് ആ ഡോബി. ലാസ്റ്റ് ടൈം അവൻ ചെയ്ത അറ്റാക്കും നമ്മളെ എല്ലാവരെയും ഷോക്ക് ആക്കിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഡാബി അടക്കം ബാക്കിയുള്ള വില്ലന്മാരെ എല്ലാവരെയും നമ്മൾ ഓരോ ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂഗയെ ഉപയോഗിച്ച് ആൽഫാർ വണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിന് യൂഗയെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റിയ ആള് ആ പർപ്പിൾ തലയനാണ്. അവന്റെ പവർ ഉപയോഗിച്ച് യൂഗയെ കൊണ്ട് കള്ളം പറയിപ്പിക്കും. ആൽഫാർ വൺ ആണെങ്കിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞ ഓൺ ദ സ്പോട്ട് അതൊരു ട്രാപ്പ് ആണെന്ന് തിരിച്ചറിയും. ആ സമയം അവൻ ബാക്കി വില്ലന്മാരെ അവിടേക്ക് കൊണ്ടുവരും. സോ അപ്പം തന്നെ അവനെ ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നീട് കുറോഗറിയുടെ പവർ അത് കോപ്പി ചെയ്ത് വില്ലന്മാരെ എല്ലാവരെയും ഓരോ ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ സെപ്പറേറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് പറ്റൂ. ഡോമുറയെ US സ്കൂളിന്റെ കോഫി ഇൻ ദ സ്കൈ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് വേണം ടെലിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ അവർ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവൻ അവിടേക്ക് തന്നെ ടെലിപ്പോർട്ട് ചെയ്തു. ആ സ്ഥലത്ത് അവന്റെ DK പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല നെക്കോയ്ക്കാണെങ്കിൽ ഐസമ മാസ്റ്ററുടെ റേസിംഗ് പവർ ഉപയോഗിച്ച് അവന്റെ നോമോ പവറിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. സമയം ഹയർ റാങ്കിലുള്ള എല്ലാവരും അവിടേക്ക് വന്ന് അവനെ റൗണ്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആൽഫാർ വണ്ണിനെ അഹുങ്ക വില്ലേജിലേക്ക് അവിടേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് ബാക്കിയുള്ളവർ ചേർന്ന് അവനെ തോൽപ്പിക്കണം. ഒബിയാൻ ടീമിനെ ക്യാമറോ സെന്ററിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യും. അവനെ ഫേസ് ചെയ്യാനും തകർക്കാനും മറ്റൊരു ടീം, ടോഡ്രോക്ക് നയിക്കുന്ന ടീം. ആ ടോഗ പെണ്ണൊരു സൈക്കോ ആയതുകൊണ്ട് അവളെ മാത്രം വേറൊരു ഭാഗത്തേക്ക് അയക്കും. ബാക്കിയുള്ള കുറച്ച് വില്ലന്മാരെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരും. ഇനി ബാക്കി അവശേഷിക്കുന്ന ചില വില്ലന്മാരെ അവരെ ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് നേരിട്ടുകൊള്ളും. അതുപോലെ തന്നെ ട്രൈബ്മാനെയും കുറോഗുറയും ഒക്കെ സേഫ് ആയിട്ട് നോക്കാനും അവരെ നശിപ്പിക്കാനും ഒരു ടീം ആൾക്കാരെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 8 സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ബ്രഹ്മാണ്ഡ യുദ്ധം നടക്കാൻ പോകുന്നത്. ആ ഡിക്റ്റേറ്റീവ്, ഐസമ മാസ്റ്റർ അവര് 3 പേരും ചേർന്നാണ് ഇത്രയും വലിയൊരു പ്ലാൻ തയ്യാറാക്കിയത്. കട്ട് ചെയ്ത പ്രസന്റില് ആ പയ്യനാണെങ്കിൽ ഐസമ മാസ്റ്ററിന്റെ ഇറേസിംഗ് പവർ ഉപയോഗിച്ച് ഡോബറയുടെ നോമോസിനെ ഇറേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഐസമ മാസ്റ്ററിനാണെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. സത്യത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയാണ് ഐസമ മാസ്റ്റർ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവിടെ ഇല്ല. പക്ഷെ ഡബോറയാണെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് വിരലുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് ഞെട്ടിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാവും, അത് അവന്റെ ക്വിക്സ് പവർ അല്ല, അത് അവന്റെ ബോഡിയിൽ നിന്ന് ക്രിയേറ്റ് ആയി വരുന്ന വിരലുകളാണെന്ന് അവർ ഉറപ്പിക്കും. അവന്റെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് ക്വിക്സ് പവർ ഉണ്ട്. അതെല്ലാം തന്നെ ഡീൽ ചെയ്യാനാണ് അവൻ ഇപ്രകാരം അവന്റെ ബോഡിയിലൂടെ ഒരുപാട് വിരലുകളെ അങ്ങനെ വളർത്തിയെടുക്കുന്നത്. മുടി വളരുന്ന വേഗത്തിൽ അവറ്റകൾ വളരും. ആണെങ്കിൽ കച്ചായ നോക്കി ദേഷ്യപ്പെട്ട് ഈ സമയത്ത് ഇങ്ങനെയല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, ഇപ്രകാരമാണെന്ന് പറഞ്ഞ് അവനുമായിട്ട് തർക്കിക്കും. ടീനിസ്റ്റ് ആണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു സമയത്ത് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത്? ഇത് പരസ്പരം ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല. ഇവിടെ പുറത്തുള്ളവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും, കാരണം അവനിപ്പോ ഒരു സ്പെഷ്യൽ പവർ ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നേറ്റോ പറയും, ഇല്ല, ഞാൻ കറക്റ്റായിട്ട് ഐസമ മാസ്റ്ററിന്റെ പവർ ഉപയോഗിച്ച് അവന്റെ പവറുകളെ നിയന്ത്രിച്ചത് തന്നെയാണ്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. അതേസമയം ഹീറോ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യും, എന്നെ ടോഗ അവൻ ഉഗുട്ടോ ഐലാൻഡിലേക്ക് വലിച്ചെടുത്തിരിക്കുകയാണ്. എനിക്കിപ്പോ അവിടേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ആ വാർപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രമേ എനിക്കിപ്പോ അവിടേക്ക് വരാൻ കഴിയൂ. പക്ഷെ നെക്കട്ടോയ്ക്കാണെങ്കിൽ അറ്റ് എ ടൈം ഒരു ക്വിക്സ് പവർ മാത്രമേ ഉപയോഗിക്കാനായി കഴിയൂ. സോ എറേസിംഗ് പവർ ഉപേക്ഷിച്ച് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയം കൊണ്ട് ആൽഫാർ വൺ അവരെ അറ്റാക്ക് ചെയ്യും. ലോങ് ഷോട്ടിലായിട്ട് ജീനിസ്റ്റ് ആണെങ്കിൽ കൈവിരൽ കൊണ്ട് 1 എന്ന് കാണിക്കും. ഇവിടെ ഐസമ മാസ്റ്ററും ആ പയ്യനും ആണെങ്കിൽ ഹീറോയോട് പറയും, ഞങ്ങൾ ഡോമറെ ഹോൾഡ് ചെയ്ത് വെക്കാം, ഒരു ഗ്യാപ്പിൽ നീ തന്നെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് വരണം, അതല്ലാതെ നമുക്ക് മറ്റൊന്നും ഇവിടെ ചെയ്യാനില്ല. ജീനിസ്റ്റ് ആണെങ്കിൽ അവന്റെ ടീമിനോട് പറയും, ഇസുക്ക് പയ്യൻ അവനിവിടേക്ക് എത്തുന്നത് വരെ നമുക്ക് എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണം. അപ്പോൾ 700 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആ ഒക്കുട്ട ഐലാൻഡ് കാണിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ദൂരം താണ്ടി അവിടേക്ക് എത്തണം എന്നറിയില്ല. ആ ഒക്കുട്ടോ ഐലാൻഡ് ഒരു ടൂറിസ്റ്റ് ഐലാൻഡാണ്. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും, ഒരുപാട് നോമൂസ് അവിടെ ഉണ്ട്. അവരുമായിട്ടുള്ള സൂപ്പർ ഹീറോസിന്റെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴേ ടോഗയുടെ ലക്ഷ്യം
അത് ഹീറോ തന്നെയാണ്. ഹീറോയുടെ അത്ഭുതം മറ്റൊന്നുമല്ല, ടോഗ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവന്റെ ആ ഒരു എബിലിറ്റി, അതായത് ഡേഞ്ചർ സെൻസ് ചെയ്യാൻ കഴിയുന്ന ആ എബിലിറ്റി അത് വർക്ക് ചെയ്തില്ല. ഇതിനു മുൻപത്തെ ആ 1 for all പവർ യൂസേഴ്സും അത് തന്നെയായിരിക്കും ആലോചിക്കുക, എന്തുകൊണ്ട് ആ ഒരു സെൻസ് വർക്കായില്ല. ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? അതിന് അവള് പറയും, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, നിനക്ക് എൻ്റെ ലവർ ആവാൻ കഴിയോ? അത് കേട്ട് അവൻ ഞെട്ടും. സോ അതുകൊണ്ടാണ് അവന്റെ ഡേഞ്ചർ സെൻസ് അത് അവൾ അടുത്ത് വന്നപ്പോൾ വർക്കൗട്ട് ആവാതിരുന്നതെന്ന് അവൻ മനസ്സിലാക്കും. വളരെ സീരിയസ് ആയിട്ടാണ് അവളത് ചോദിച്ചതെന്നും ഹീറോ തിരിച്ചറിയും. ഇതിനു മുൻപും ഒരുപാട് തവണ അവൾ അവനെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അവൾക്ക് അത് തുറന്നു ചോദിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവൾ തുറന്നു ചോദിച്ചിരിക്കുകയാണ്. ആണെങ്കിൽ അവൾ എന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ അവൻ കടന്നു പോകുന്നത്. അവൻ വണ്ടറടിച്ച് അവളെ തന്നെ അങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്. അവളാണെങ്കിൽ ഒരുപാട് സ്നേഹത്തോടു കൂടെ കൊഞ്ചിക്കൊഴഞ്ഞ് ഇപ്പോൾ അവളോട് ചോദിക്കും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്റെ ബ്ലഡ് കുറച്ച് തരുമോ, എനിക്ക് നിന്നെ പോലെ മാറണമെന്ന്. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. അപ്പൊ ദൂരത്തായിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഉറാറൊക്കെ ആണെങ്കിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, അവളുടെ അടുത്ത് നിന്ന് അപകടമാണ്, അതുകൊണ്ട് ദൂരേക്ക് നിൽക്കുക. ഹീറോ ആ കാര്യം മനസ്സിലാക്കി ദൂരേക്ക് നിൽക്കാൻ ശ്രമിക്കുന്ന അതേസമയം ഒരു നോമു ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാണ്. അവൻ ജസ്റ്റ് മിസ്സിനെ അറ്റാക്കിൽ രക്ഷപ്പെടും. ഹീറോ ആണെങ്കിൽ അവളോട് പറയും, ആൽമൈറ്റിനെ പോലെ ഒരു വലിയ സൂപ്പർ ഹീറോ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ആഗ്രഹം? മറ്റുള്ളവരെ ദ്രോഹിച്ചും ഹേർട്ട് ചെയ്തും നിനക്കൊന്നും തന്നെ നേടാനാവില്ല എന്ന് അവനാണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും. നീ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, വെറുതെ എന്തിനാ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? അത് കേട്ട് അവളാണെങ്കിൽ ഷോക്കാവും. കാരണം ഇതേ കാര്യം തന്നെയാണ് അവളുടെ പാരൻസും അവളോട് മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഉടനെ അവൾ പറയും, ഇസുക്ക്, ഉറാറക്ക, അതുപോലെ തന്നെ എൻ്റെ പാരൻസ്, നിങ്ങളെല്ലാം ഒരേ കാര്യം തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ട് അവർ വീണ്ടും ഞെട്ടും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ക്ലിഫിന് മേലെ ഉറാറക്കയും ഹീറോയും സംസാരിച്ച കാര്യമായിരിക്കും ഇപ്പോൾ കാണിക്കുക. ഫസ്റ്റ് ടൈം ഉറാറക്ക ടോഗയെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒരു സാഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. സോ അതിനെ കണക്ട് ചെയ്ത ചില കാര്യങ്ങൾ ഹീറോയോട് അവൾ പറഞ്ഞിരുന്നു. ഇവിടെ ടോഗ ആണെങ്കിൽ ഇപ്പോൾ ടേക്കുവിനെ അറ്റാക്ക് ചെയ്യും. അത് കണ്ട് ഉറാറക്കയാണെങ്കിൽ അവൾ അങ്ങനെ സപ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഉടനെ അവളാണെങ്കിൽ ഉറാറക്കയെ നോക്കി ദേഷ്യപ്പെടും. നീയെങ്കിലും എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. എൻ്റെ ഇമോഷൻസ് അത് ഞാൻ ഇസുക്കിനോട് പറഞ്ഞു, അവൻ മനസ്സിലാക്കിയില്ല. ലോകത്താരും തന്നെ എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോകം തന്നെ എൻ്റെ ശത്രുവാണെന്ന് അവൾ പറയും. ആ ടോഗ പെണ്ണാണെങ്കിൽ ഒരു കത്തിയെടുത്ത് ഉറാറക്കയുടെ ദേഹത്ത് കുത്താനായി ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം പ്രൊഫി ആണെങ്കിൽ അവളെ തട്ടിമാറ്റി ഇപ്പോൾ ആ വില്ലത്തി പെണ്ണിനെ ലോക്ക് ചെയ്യും. ഉറാറക്കയെ ചെക്ക് ചെയ്യും. ഉറാറയ്ക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. പ്രൊഫി ആണെങ്കിൽ ഇസുക്കിനോട് പറയും, നീ വെറുതെ ഇവിടെ നിൽക്കാൻ പാടില്ല, നമ്മുടെ പ്ലാൻ അത് വേറെയാണ്, എത്രയും വേഗം നീ ഇവിടുന്ന് പോകണമെന്ന് പറയും. അതിന് അവനും ഓക്കെ പറയും. ഡോഗിയാണെങ്കിൽ വീണ്ടും അവന്റെ നേർക്ക് വരികയാണ്. അതുകൊണ്ട് അവനാണെങ്കിൽ നല്ല സ്പീഡിൽ അവിടുന്ന് അങ്ങനെ മുൻപോട്ടേക്ക് കുതിക്കും. സൈഡിലുള്ള ആ 1 for all യൂസേഴ്സ് ആണെങ്കിൽ അവനോട് പറയും, നീ നിന്റെ ഫ്രണ്ട്സുകളെ വിശ്വസിച്ചേ പറ്റൂ, ആവശ്യമില്ലാതെ മറ്റ് ഫൈറ്റുകളിൽ ഇടപെട്ട് നീ ഇപ്പോൾ കിട്ടിയ ചാൻസ് വേസ്റ്റ് ആകരുത്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ ടോഗയെ കാണിക്കും. ടോഗയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം, ഇസുക്ക് പയ്യൻ പോയല്ലോ എന്ന് ഓർത്തും. ടോഗയാണെങ്കിൽ ഇപ്പോ അവളോട് പറയും, എനിക്ക് ഇസക്കിനെയും ഉറാറക്കയെയും എന്തിന് നിന്നെപ്പോലും ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഇരിക്കാനാണ് ഏറെ ഇഷ്ടം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ ക്യാമിനോ വാർഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ ഡോബി അവനാണെങ്കിൽ അവന്റെ ബ്ലൂ കളർ ഫ്ലെയിം ഉപയോഗിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയറിന്റെ ഇടയിൽ ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. പണ്ട് നോമോസിനെ ഉപയോഗിച്ച് നടത്തിയ അതേ അറ്റാക്ക് പോലെ തന്നെയാണ് അവനിപ്പോൾ അവന്റെ പുതിയ അറ്റാക്കും ക്രിയേറ്റ് ചെയ്തത്. ഇടയ്ക്കാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ബോഡിയിലെ ഫയർ പവറും ഹീറ്റും വളരെ കൂടുതലാണ്. അടുത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അവൻ ദൂരത്ത് തന്നെ നിൽക്കും. ഡോബിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരികയാണ്. കാരണം അവനോട് എക്സ്പെക്ട് ചെയ്തത് എൻഡവറിനെയാണ്. പക്ഷേ അയാൾ വരാതെ ഇവിടേക്ക് പറഞ്ഞയച്ചത് അവന്റെ ബ്രദർ ടോഡറോക്കെ മാത്രമാണ്. അവസാനമായിട്ട് അവൻ എൻഡവറിനോട് പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്ക് നരകത്തിൽ ഒന്നിച്ച് ഡാൻസ് ചെയ്യാമെന്നാണ്. പക്ഷേ എൻഡവർ ആണെങ്കിൽ അവനെ ചതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. എൻഡവറിന്റെ അസിസ്റ്റൻസ് എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഹീറ്റ് തന്നെയാണ് അവരുടെയും പ്രശ്നം. ടോഡറോക്കെ ആണെങ്കിൽ ടോബിയോട് പറയും, നിന്നെ തകർക്കാനോ അറ്റാക്ക് ചെയ്യാനോ അല്ല, മറിച്ച് നിന്നെ തടയാൻ മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നീ ചെയ്യുന്ന തെറ്റ് അതെന്താണെന്ന് നിനക്ക് തിരിച്ചറിവ് ഉണ്ടാവണം. അതിനവൻ പറയും, നീ ഇപ്പോൾ വെറും എൻഡവറിന്റെ ഒരു പപ്പട് മാത്രമാണ്. എൻഡവറിനെ തകർക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനു മുൻപിൽ ആര് വന്നാലും ഞാൻ അവരെ ഇല്ലാതാക്കും. ടോബി ആണെങ്കിൽ അടിച്ചു പറയും, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്, എൻ്റെ ലക്ഷ്യം അത് എൻഡവറാണെന്ന് പറയും. ഉടനെ ടോഡറോക്കി നിന്നോട് ഞാൻ ഒരുപാട് തവണ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു അറ്റാക്കിൽ പെട്ടുപോയിട്ടും ജീവനോടുകൂടെ ഉണ്ടായിരുന്നിട്ടും നീ തിരികെ വരാഞ്ഞത്? അതിനവൻ പറയും, നീ എൻ്റെ ബ്രദർ ആയതുകൊണ്ട് മാത്രം ആ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.